ഉള്ളം തകർന്നിടുമ്പോൾ, ഉറ്റവർ മാറിടുമ്പോൾ, ഉന്നതനാനന്ദനേ ഉണ്ടെനിക്കാശ്രയം നീ. ഉന്നതനാനന്ദനേ ഉണ്ടെനിക്കാശ്രയം നീ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 42-ാം സങ്കീർത്തനം അതിൻ്റെ 3 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആമേൻ. ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നു, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണിന് രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നോക്കിയാൽ, ദൈവമക്കളെ, നമ്മൾ പൂർവ്വപിതാക്കന്മാരെ അപ്പോസ്തലന്മാരെ ഒക്കെ നോക്കിയാൽ മഹാകഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയി. സ്തോത്രം. അസാധ്യമായ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി കൊടുത്തു. ഇതൊക്കെയും ദൈവമക്കളെ വിശ്വാസ ജീവിതത്തിൽ ഏറെ പോരാടി ജയിച്ചു വന്ന പൂർവ്വപിതാക്കന്മാരും അപ്പോസ്തലന്മാരും നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതും കൂടെ ഒന്നോർക്കേണ്ടതായിട്ടുണ്ട്. ദൈവമക്കളെ, അവർ പോയ വഴി മറ്റാർക്കും പോകാത്ത വഴിയാണ്. വിശ്വാസികൾ പോകുന്ന വഴിക്ക് ഒരിക്കലും അവിശ്വാസികൾക്ക് പോകാൻ സാധിക്കത്തില്ല. വിശ്വാസികൾ പോയ വഴി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈക്കാത്തൂടെ നടന്നൊരനുഭവമുണ്ട്. ചെങ്കടലിൻ്റെ നടുവിലൂടെ നടന്ന അനുഭവമുണ്ട്. യോർദാൻ നദിയെ, ആ വെള്ളത്തെ അപ്പുറത്തും ഇപ്പുറത്തുമാക്കി നടുവിലൂടെ കടന്നു പോകാൻ ഇടവന്നൊരനുഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അസാധ്യമായ കാര്യങ്ങളാണ് ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് നോക്കിയാൽ, വിശ്വാസിക്കോ അതിശയമായ വഴിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതല്ലേ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ സാക്ഷികൾ നമ്മൾ ഇന്ന് കേൾക്കാൻ അല്പസമയം ഇരുന്നാൽ, ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ ദൈവം, അന്ന് നടത്തിയ ദൈവം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാലും ദൈവമക്കളെ ചുറ്റുപാട് നോക്കുന്നവർ ഒരു വിശ്വാസിയെ തന്നെ നോക്കും. അവരിത്ര നാൾ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് അവർക്ക് എന്ത് കിട്ടി? അവർ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് അവരെങ്ങനെയായി? അവർക്കൊന്നുമില്ലാതായില്ലേ? അവരുടെ ജീവിതത്തിൽ എന്താ നേടിയത്? ഈ ചോദ്യങ്ങളൊക്കെ എപ്പോഴും നിന്നാവാക്കുകൾ പറഞ്ഞ് ചോദിക്കുന്നൊരു അനുഭവമുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണിന് രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ചോദ്യങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഇന്നും കേട്ടിട്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാത് തന്നിട്ടുള്ള ദൈവം തീർച്ചയായിട്ടും നമുക്കിത് കേൾക്കാനുള്ള അവസരം കൂടെ തന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്നത് കൊണ്ട് വിശ്വാസിയുടെ വിശ്വാസം കെട്ടുപോകത്തില്ല. ദൈവമക്കളെ, ആമേ സ്തോത്രം. വിശ്വാസികൾക്ക് ഒന്നുകൂടെ ശക്തിയോടുകൂടി ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിൻ്റെ മഹത്വം കണ്ടെത്തിയ ആ കണ്ണുകൾ ഭാഗ്യമുള്ള കണ്ണുകൾ തന്നെയാണ്. ഹല്ലേലൂയ. ആ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ആ കാതുകൾ ഭാഗ്യമുള്ള കാതുകൾ തന്നെയാണ് ദൈവമക്കളെ. ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു അതരം നമുക്ക് ദൈവം തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ ഈ അതരത്തേക്കാൾ അപ്പുറത്ത് മറ്റൊന്നില്ല ദൈവമക്കളെ. ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. ഈ വചനം ജീവിക്കുന്നതാണ്. ആമേ സ്തോത്രം. ഇത് ജീവിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇത്ര മഹത്വമുള്ള വചനമെടുത്ത് നമ്മൾക്ക് കേൾക്കുവാനും പറയുവാനും ഒക്കെ അവസരം നമുക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. എന്നാൽ നമ്മൾ ഇവിടെ സങ്കീർത്തനം കേൾക്കുന്നു, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറഞ്ഞതുകൊണ്ട് എൻ്റെ കണ്ണിന് രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. കണ്ണുനീര് കുടിച്ചിരിക്കുന്ന ഒരനുഭവം ഇന്നത്തെ ഈ ദിവസത്തിൽ പലരും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് കരഞ്ഞിട്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്ന് പറയാം, ഈ കണ്ണിലെ കണ്ണുനീര് കണ്ടാൽ മനസ്സിലിന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ദർശനത്തിലാണ് നമ്മളിരിക്കുന്നത്. ദൈവമക്കളെ, ആരൊക്കെ മാറിയാലും മാറാത്തവർ നമ്മുടെ കൂടെയുണ്ട്. നിന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തളരേണ്ട ദൈവമക്കളെ. ക്രൂശിൽ സകലം നിന്ന വഹിച്ചവനാ നമ്മുടെ ദൈവം. ആമേ സ്തോത്രം. ഇവയൊക്കെ ജയിച്ചവനാണ് നമ്മുടെ ദൈവം. ഈ നിന്നെങ്കിലും കർത്താവിന് വേണ്ടി നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ കർത്താവിന് വേണ്ടി എന്തനുഭവിച്ചു? സ്തോത്രം. അറിഞ്ഞോ അറിയാതെയൊക്കെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളൊന്നുമല്ല. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ
അത് കർത്താവിൻ്റെ മഹത്വം മാത്രം. ആ മഹത്വം നമ്മുടേതുമല്ല, അത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ നാളുകളെ ദൈവം ഒരുക്കട്ടെ. കരഞ്ഞുകൊണ്ട് ഇന്ന് ശുശ്രൂഷ കൂടുന്ന പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള നിന്നാവാക്കുകൾ കേട്ടിട്ട് തളർന്ന് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മനസ്സിലായില്ലേ കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്? യേശു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലായില്ലേ? ദൈവത്തിന് സ്തോത്രം. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രമായ സ്വരത്തോടുകൂടെ സമൂഹ മധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. ദൈവത്തിന് സ്തോത്രം. മതി ദൈവമക്കളെ, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹ മധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്തെന്നാണ് പറഞ്ഞത്. നമ്മൾ ആദ്യമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പാദപീഠത്തിലേക്ക് ഒന്നിച്ച് എന്നതൊന്ന് ഓർത്തേ ദൈവമക്കളെ. ദൈവാലയത്തിലിരുന്ന് ആ വചനം കേട്ടപ്പോൾ, ആ ഗാനങ്ങൾ കേട്ടപ്പോൾ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിത്തരുന്ന ഉപദേശം കേട്ടപ്പോൾ നമ്മൾ ദൈവത്തെ അറിയാതെ നമ്മുടെ സങ്കടങ്ങളെല്ലാം മറന്ന് ദൈവത്തെ സ്തുതിച്ചില്ലേ ദൈവമക്കളെ? അപ്പം നമ്മുടെ മനസ്സിന് ഉണ്ടായ സന്തോഷം ഒന്ന് ഓർത്ത് നോക്കിയേ. ആ സന്തോഷം മറ്റുള്ളവരുടെ വായിൽ നിന്ന് വീഴുന്ന ദോഷവാക്ക് കേട്ട് തീർന്നു പോകാനുള്ളതല്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നത് ആരുമില്ല പ്രിയപ്പെട്ടവരെ. കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. നിന്ന കേട്ടത് കൊണ്ട് നമ്മളിലെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഉപദ്രവം ഏറ്റത് കൊണ്ട് നമ്മളിലെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. അതുപോലൊരു മറുപടി പറയാനിടയാകാതിരുന്നാൽ മതി. നമ്മുടെ സങ്കടങ്ങളെല്ലാം സങ്കീർത്തനക്കാരൻ പറഞ്ഞവിടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ ഇറക്കി വെക്കുക. ആമേ സ്തോത്രം. നമ്മുടെ സങ്കടം കേൾക്കുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. സങ്കടങ്ങളെ നമുക്ക് സാരമില്ല ദൈവമക്കളെ. അത് സങ്കടങ്ങൾ ഒരിക്കലും വൻ കടങ്ങളല്ലെന്ന് ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അത് സത്യമാണ്. സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. ആശ്വസിപ്പിക്കേണ്ടവർ നിന്ദിക്കുന്ന ഈ ദിവസങ്ങളിൽ, ഈ നിമിഷങ്ങളിൽ, ചേർത്ത് നിർത്തേണ്ടവർ കൈവിട്ട് മാറി നിൽക്കുമ്പോൾ, കർത്താവെ സ്നേഹിക്കേണ്ടവർ വെറുത്ത് മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, കർത്താവെ തളർന്നിരിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ, ദാവീദ് പുത്ര, നിന്റെ മക്കള് ഈ നിന്ന വഹിച്ച് തളർന്നിരിക്കുമ്പോൾ, ഇന്ന് ഈ ശുശ്രൂഷ കൂടുന്ന സമയത്ത് തന്നെ യേശു കർത്താവിൻ്റെ സ്നേഹം നിന്റെ മക്കളെ ഒന്ന് സ്പർശിക്കണേ. ആ ശിരസിന്മേല് കർത്താവെ ആണിപ്പോഴത്തുള്ള കരവൊന്ന് തൊട്ടനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം. എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ ശബ്ദം നിന്റെ മക്കൾ കേൾക്കുവാൻ ഇടയാക്കണേ. ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ആ ശബ്ദം നിന്റെ മക്കളുടെ കാതിൽ കേൾക്കുവാൻ ദൈവം സഹായിക്കണമേ. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ ആ ശബ്ദം കർത്താവെ ഇന്ന് നിന്റെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവ് ഏറ്റെടുക്കുവാൻ എൻ്റെ മക്കളെ ഒരുക്കണമേ. മുദ്ര വെച്ച് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ഞെരുക്കത്തിൽ നിന്റെ മക്കളെ ഉത്സാഹത്തോടെ ഉണർവോടെ കർത്താവിനെ സേവിക്കേണ്ടതിന് ദൈവം ഇടയാക്കണേ. ഈ തളർന്ന മനസ്സ് കർത്താവെ, ദൈവമായ കർത്താവ് അത്ഭുതകരമായിട്ട് ഉണർത്തിക്കൊണ്ട് ആത്മാവിൽ കർത്താവിൻ്റെ മക്കൾ ബലപ്പെട്ടുകൊണ്ട് എന്തിനേയും ജയിച്ച, ഈ ലോകത്തെ ജയിച്ച എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം സന്തോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിക്കുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വിരൽ തുമ്പൊന്ന് നീട്ടി നിന്റെ മക്കളെ തൊട്ടനുഗ്രഹിക്കണമേ. കർത്താവിന് വേണ്ടി പാടുന്ന മനോഹരമായ ഉപകരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം, സ്തോത്രം.